ലക്ഷ്മിയുടെ ചെറിയ ഓടിട്ട വീടിന്റെ ഉമ്മറത്ത് വെള്ളപുരിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു വന്ന ദേഹങ്ങളും നിരത്തിക്കിടത്തി. അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവർ മുറ്റത്തും നേരത്തെയിട്ട കസേരകളിലിരുന്നു കൂട്ടാമരണത്തെക്കുറിച്ച് അവർക്കും അറിയുന്നതും അറിയാത്തതുമായ കഥകൾ പരസ്പരം പറഞ്ഞു. അകത്ത് ദീപികയുടെ അടുത്ത് അവളുടെ അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. വിവേകിനൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവന്റെ ഒന്നോ രണ്ടോ കൂട്ടുകാരും. അതിനിടയിലേക്കാണ് നിരഞ്ജനും നിവിയും അബിയും സച്ചിയും എത്തിയത്. അവരെ കണ്ടതോടെ ആളുകൾ അടക്കം പറയാൻ തുടങ്ങി. അതൊന്നും വകവയ്ക്കാതെ നിവിയുടെ കൈയും പിടിച്ച് ആ ദേഹങ്ങൾക്ക് അടുത്തു വരുമ്പോൾ നിരഞ്ജന്റെ മുഖം മുറുകിയിരുന്നു. നിന്നെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അല്ല ലക്ഷ്മി. നിന്റെ അച്ഛനും അമ്മയും നിന്റെ മകളെ മനസ്സുകൊണ്ട് സ്വീകരിച്ച എന്റെ അച്ഛനെയും അമ്മയും നീ കൊന്നു കളഞ്ഞില്ലേ. എന്റെ കുഞ്ഞെ കൊല്ലാക്കല ചെയ്യാൻ നോക്കില്ലേ. എന്തിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എന്ത് നേടി നീ? ഇന്ന് എന്റെ കുഞ്ഞ് നിന്റെ മരണത്തിൽ സന്തോഷിക്കുന്നെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ നഷ്ടമാകുമോ എന്നോർത്ത് എന്റെ കുഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരുന്ന ടെൻഷൻ എനിക്ക് മനസ്സിലായത്. ഇനിയൊരു ജന്മം ഉണ്ടാകുമോ എന്നറിയില്ല. ഇനിയുണ്ടായാലും നീ എനിക്ക് മുന്നിൽ വരരുത്. വന്നാൽ ഈ ജന്മം ഞാൻ നെഞ്ചിലിട്ട് നീട്ടുന്ന പകയിൽ നീ വെണ്ണുനീറാകും. അതുകൊണ്ട് ഇനിയൊരു ജന്മം നമുക്ക് രണ്ടാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. പകയും വെറുപ്പും നിറഞ്ഞ മനസ്സോടെ സ്വയം പറഞ്ഞിട്ട് ശൂന്യമായ കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം കൂടെ നോക്കി നിന്നിട്ട് നിവിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജൻ. അളിയ. പിന്നിരുന്നുമുള്ള വിവേകിന്റെ വിളി കേൾക്കെ ഒട്ടും താല്പര്യമില്ലാതെ നിരഞ്ജൻ തിരിഞ്ഞു നിന്നു. ഇത് അച്ഛൻ അളിയനെ തരാൻ വേണ്ടി എഴുതി വെച്ചിരുന്ന കത്താണിത്. രാത്രി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു രാവിലെ ഇങ്ങോട്ട് വരണമെന്നും ടേബിളിൽ ഇരിക്കുന്ന കവർ അളിയനെ ഏൽപ്പിക്കണമെന്നും. അളിയനോട് പറയേണ്ട കാര്യമാണ് അതിലെന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല. വിങ്ങി പൊട്ടിക്കൊണ്ട് ഒരു കവർ നിരഞ്ജന് നേരെ നീട്ടി വിവേക്. എന്നോട് ഇനി എന്തു പറയാൻ? ആ കവർ കയ്യിൽ വാങ്ങാൻ പോലും താല്പര്യമില്ലാതെ നിരഞ്ജൻ ചോദിച്ചു. ഇത് വാങ്ങണേ അളിയ. മനസ്സ് നൊന്താണ് എന്റെ അച്ഛൻ പോയത്. അളിയനോട് ചിലപ്പോൾ നേരിട്ട് പറയാൻ ആഗ്രഹിച്ച എന്തെങ്കിലും ആകും ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. മരിച്ചുപോയ ഒരാളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ പ്ലീസ്. തൊഴു കൈയോടെ നിന്ന് കണ്ണുനീരോടെ പറഞ്ഞു വിവേക്. അവന്റെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി പിന്നെ ഒരു നിമിഷം അവിടെ തിരിഞ്ഞു നിൽക്കാതെ തിരികെ പോന്നു നിരഞ്ജനും കൂട്ടരും. വീടെത്തുവോളം പരസ്പരം ഒരക്ഷരം മിണ്ടിയില്ലാരും. നിരഞ്ജൻ ആ നിമിഷങ്ങളിലൊക്കെ പഴയ ഓർമ്മകളാണെന്ന് തോന്നി നിവിക്ക്. അവൾ ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്നവനെ മുഖം തിരിച്ചു നോക്കി. എന്നാൽ അതൊന്നും കാണാതെ കണ്ണുകൾ അടച്ച് സിറ്റു ചാഞ്ഞിരുന്നു നിരഞ്ജൻ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ദുഷ്ടിയാണെങ്കിലും ലക്ഷ്മി ഏട്ടന്റെ പ്രണയമായിരുന്നല്ലോ. ഈ ചതികൾ മുഴുവനും അറിയും വരെയും ആത്മാർത്ഥമായി തന്നെയല്ലേ ഏട്ടൻ അവളെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവളുടെ ആ ജീവനില്ലാത്ത മരിച്ച ദേഹം കണ്ടപ്പോൾ ഏട്ടന് വേദനിച്ചു കാണുമോ? നിരഞ്ജന്റെ ആ ഇരിപ്പ് കാണി അപ്പോഴും ഉള്ളിൽ നിന്ന് ഉയർന്ന് വിങ്ങൽ അടക്കി അങ്ങനെ ചിന്തിച്ചു നെവി. എങ്കിലും ഏട്ടന്റെ ആ ഇരിപ്പ് നെവിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ നിറംവീഴ്ചയോടെ അബിയൊന്ന് നോക്കി. അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നവൻ ഒന്നുമില്ലെന്ന പോലെ അവളെ നോക്കി പുഞ്ചിരിയോടെ കണ്ണൊന്ന് ചിമ്മി. വീട്ടിലെത്തിയതും നിരഞ്ജൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയതും നിവിയും കണ്ണും മുഖം തുടച്ചുകൊണ്ട് അവളെ മുറിയിലേക്കും പോയി. എന്തൊക്കെ പറഞ്ഞാലും 5-6 വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ. രഞ്ജു മോനും വിഷമം ഉണ്ടാകാതിരിക്കോ? അവന്റെ വിഷമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു നിവിമോൾക്ക് സങ്കടം. ഏട്ടന്റെയും മനീത്തിയുടെയും പോക്ക് നോക്കിയെന്ന ശാരദമ്മ അബിയോട് പറഞ്ഞു. എന്തായാലും ഞാൻ നോക്കട്ടെ. ശാരദമ്മയോട് പറഞ്ഞിട്ട് അബി മെല്ലെ നിവിയുടെ മുറിയിലേക്ക് ചെന്നു. ബെഡിൽ കമഴ്ന്ന് കിടപ്പുണ്ട് ആള്. ആ ദേഹം മുലയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ കരയുന്നുണ്ടെന്ന്. ഏട്ടന്റെ കുഞ്ഞിക്ക് ഇപ്പൊ എന്താ സങ്കടം? എന്തിനീ കരച്ചിൽ? ദേ ഇങ്ങനെ കരയുന്നത് അളിയൻ അറിഞ്ഞാലുണ്ടല്ലോ. അവളെ നിവർത്തി കിടത്താൻ ശ്രമിച്ചുകൊണ്ട് അബി പറഞ്ഞു. ജിത്തുവേട്ടന്റെ അളിയൻ അറിഞ്ഞാൽ എനിക്കിപ്പോ എന്താ? എനിക്ക് ആരെയും പേടിയില്ല. അവള് ചത്തുപോയതിനെ സന്തോഷിക്കാനുള്ളതിന് മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഈ വീടിന്റെ ഉമ്മർത്ത് ഇതുപോലെ ഒരിക്കൽ കിടന്നിട്ടുണ്ട് അറിയോ? അതിന് കാരണക്കാരിയായവളെ ഇന്ന് അതുപോലെ കണ്ട് സന്തോഷിക്കാനുള്ളതിന് എന്തിനാ എന്റെ ഏട്ടൻ സങ്കടപ്പെടുന്നേ? എന്റെ ഏട്ടൻ അങ്ങനെ അവളെ ചത്തുപോയതിൽ സങ്കടപ്പെടുന്ന ആളല്ല. ഇന്ന് ആ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് തിരികെ വന്നത് എന്റെ ഏട്ടനുമല്ല. വിങ്ങിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു നിവി. അയ്യേ ഈ പെണ്ണ് എന്തൊക്കെയാണ് ഏട്ടന്റെ കുഞ്ഞിത്തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്? അവളുടെ മുഖത്തെ കണ്ണുനീര് തുടച്ചു കൊടുത്ത് ആ തലയിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് അബി തിരക്കി. ഞാൻ പറയും എനിക്ക് അത്രയ്ക്ക് സങ്കടമായി. ജിത്തുവേട്ടൻ അറിയില്ല. നിവി കണ്ണും മുഖവും തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ നിവി എന്തൊക്കെ ദുഷ്ടത്തരം ചെയ്തെന്ന് പറഞ്ഞാലും അവർ ഇപ്പോഴും അളിയന്റെ ഭാര്യയാണ്. അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് ഇന്ന് അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായും അളിയന് വിഷമമുണ്ടാകും. നിവി നീ വേണ്ടേ അത് മനസ്സിലാക്കി പെരുമാറാൻ? അവൾക്കരികെ ചേർന്ന് കിടന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു. അപ്പോ അവർ മരിച്ചു പോയതിൽ ഏട്ടന് സങ്കടം ഉണ്ടെന്നാണോ? അബിക്ക് നേരെ തിരിഞ്ഞു കിടന്നിട്ട് കണ്ണു കുറിപ്പിച്ച് നോക്കി നിവി. സങ്കടം കാണും, നല്ല സങ്കടം കാണും. അവളുടെ ഭാവം കാണി അവളെ മൂപ്പിക്കാൻ എന്ന പോലെ അബി പറഞ്ഞു.
എൻ്റെ ഏട്ടൻ അങ്ങനെ സങ്കടമൊന്നുമില്ല. പിന്നെ പിന്നെ ചിലപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടാകും. അല്ലാതെ ജിത്തുവേട്ടൻ പറയും പോലെ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല. അബി നോക്കാതെ കെറിവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് കൊള്ളാം. ഞാനാണോടി അളിയനെ കുറ്റം പറഞ്ഞത്? മുഖം വെറുപ്പിച്ചിരുന്ന് എൻ്റെ ഏട്ടനല്ല, എൻ്റെ ഏട്ടൻ ഇങ്ങനെയല്ല, അവിടുന്ന് തിരികെ വന്നത് എൻ്റെ ഏട്ടനല്ല എന്നൊക്കെ പറഞ്ഞത് നീയല്ലേ ഏട്ടന്റെ കുഞ്ഞ്? അവളെ ആ കെറിവ് കാണി ചിരി അടക്കി പിടിച്ചുകൊണ്ട് അബി ചോദിച്ചു. എൻ്റെ ഏട്ടന്റെ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്ന് വെച്ച് എൻ്റെ ഏട്ടൻ അവരോട് സ്നേഹമുണ്ടെന്നൊന്നും ജിത്തുവേട്ടൻ വിചാരിക്കണ്ട. അവൻ നീട്ടിപ്പിടിച്ച് പറഞ്ഞു കേട്ട് നിവി ഒരു ചിരിയോടെ അബിയുടെ താടിയിൽ പിടിച്ച് നോമനിച്ചുകൊണ്ട് പറഞ്ഞു. എന്താന്ന് ഇപ്പൊ വിളിച്ചതുപോലെ ഒന്നുകൂടെ വിളിച്ചേ. മറ്റെല്ലാം പറഞ്ഞ് അബി അവളെ അടക്കി പിടിച്ചുകൊണ്ട് തിരക്കി. ഞാനൊന്നും വിളിച്ചില്ല മാർക്കേ, ഞാൻ എൻ്റെ ഏട്ടനെ പോയി നോക്കട്ടെ. അങ്ങനെ ഇപ്പോ പോകാൻ പറ്റില്ലല്ലോ ഏട്ടന്റെ കുഞ്ഞി. കുറച്ചു നേരം ജിത്തുവേട്ടനെ മാത്രം നിവി അയക്കേ. എന്നിട്ട് അല്പം മുൻപ് എന്നെ എന്താ വിളിച്ചത് അതുപോലെ ഒന്നുകൂടെ വിളിച്ചേ എൻ്റെ പൊന്ന്. അബി പിടിച്ചു മാറ്റി പോകാൻ തുടങ്ങിയവളെ അബി തന്റെ ദേഹത്തേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കി കവളിൽ ചുണ്ടമർത്തി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അബി ഇല്ലല്ലോ, അതങ്ങനെ എപ്പോഴും വിളിക്കാനൊന്നും പറ്റില്ല. അവന്റെ കുറ്റിത്താടി കവളിൽ ഒരിഞ്ഞുണ്ടായ ഇക്കളിൽ പിടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഇല്ലെങ്കിൽ ചിത്തിവെട്ടന്റെ പെണ്ണ് ഇന്ന് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവ വീട് ചിത്തുവേട്ടാ, വീട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടനെ വിളിക്കും. ഇക്കിളി പൊണ്ട് ചിരിച്ച് പിടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. വിളിക്ക്, നിന്റെ ഏട്ടനെ വിളിക്ക് ഏട്ടന്റെ കുഞ്ഞി പറഞ്ഞുകൊണ്ട് അവൻ ആ കഴുത്തിൽ ആഴത്തിലൊന്ന് കടിച്ചു നുണഞ്ഞു. ചിത്തുവേട്ടാ. അവന്റെ ചുണ്ടിന്റെയും നാവിന്റെയും ചലനത്തിൽ പിടിച്ചുയർന്നു പോയവൾ വിറയിലൂടെ വിളിച്ചുപോയി. ആ വിളി കേട്ട നിമിഷം അവളുടെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തിയവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖമാകെ ഒഴുകി നടന്ന അവന്റെ കണ്ണുകൾ ആ തുടുത്തുലർന്ന ചുണ്ടിൽ തറഞ്ഞു നിന്നു. ചിത്തുവേട്ടാ. അവൾ ഒന്നോടെ കുറുകിയതും അടുത്ത നിമിഷം അബിയുടെ ചുണ്ടുകൾ അതിന്റെ ഇണയോട് ചേർന്ന് കഴിഞ്ഞിരുന്നു. മുറിയിലേക്ക് വന്ന് കയറിയവൻ അല്പനേരം എന്തൊക്കെ ചിന്തകളിൽ മുഴുകി ആ ബെഡിൽ ചാഞ്ഞു കിടന്നു. പിന്നെ എഴുന്നേറ്റ് വിവേകി കൊടുത്ത കവർ കയ്യിലെടുത്ത് അതിലേക്കൊന്ന് നോക്കി. പിന്നെ ഒരു ആലോചനയുടെ ആ കവർ തുറന്ന് അതിനുള്ളിൽ 4 മടക്കായി വെച്ചിരുന്ന ആ പേപ്പർ പുറത്തെടുത്ത് നിവർത്തി. അവൻ അതിലേക്ക് നോക്കും മുൻപ് കണ്ണുകൾ അടച്ചു ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടു. പിന്നെ മെല്ലെ കണ്ണുകൾ തുറന്ന് ആ പേപ്പറുമായി ബെഡിലേക്ക് തന്നെ വന്നിരുന്നു. രഞ്ജു, അങ്ങനെ വിളിക്കാലോ അല്ലേ? നീ വേണ്ടെന്ന് പറയില്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 6 വർഷവും ഞാൻ നിന്നെ സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. എന്തോ മകളുടെ ഭർത്താവ് എന്ന സ്ഥാനത്ത് നിന്നെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അതെന്റെ തെറ്റാണ്, അതെനിക്ക് മനസ്സിലായി. എൻ്റെ മകളെ ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു കൊലയാളിയായി, സ്വത്ത് തട്ടിപ്പുകാരിയായി, ചതിയത്തിയായി ഒക്കെ എൻ്റെ മകൾ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഏതൊരച്ഛനെയും പോലെ ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പിന്നെ തെളിവ് സഹിതം മുന്നിൽ നിറന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മകളെ നീ തട്ടിയെടുത്തതല്ല, നിന്നെ എൻ്റെ മുളുക്കെണിയിൽ വീഴ്ത്തിയതാണെന്ന്. അവളെ അവിടുന്ന് കൂടെ കൂട്ടുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടിയിരുന്നില്ല മോനെ. പക്ഷെ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ലാതെ വീണ്ടും നിന്റെ പിന്നാലെ വരാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും അവളെ നേർവഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. എനിക്കെന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന്. ജീവിച്ചിരുന്നാലും ആർക്കും സമാധാനം കൊടുക്കുകയും ഇല്ലെന്ന്. ഞാനും മാലതിയും പോവാ. അവൾ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടന്ന് നരകിക്കട്ടെ എന്നൊക്കെ ഓർത്തു ഞാൻ. പക്ഷെ അങ്ങനെ ചെയ്താൽ എൻ്റെ വിവേകിന്റെ ജീവിതം തകരും. അതുപോലെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ നിന്റെയും നിവിമോളുടെയും പിന്നാലെ വരും അവൾ. നിന്നെ നേടാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. നിന്റെ അനിയത്തി കൊച്ചിന്റെ ജീവനും അപകടത്തിലാവും. എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾ ഈ ഭൂമിയിൽ വേണ്ടെന്ന് തോന്നി എനിക്ക്. അവൾ ഈ ഭൂമിയിൽ കൊണ്ടുവന്നതിനും ഒരു ക്രിമിനലാക്കി വളർത്തിയതിനും ഒക്കെയുള്ള ശിക്ഷയായി കൂടെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഉറപ്പിച്ചു. പെട്ടെന്നെടുത്ത തീരുമാനമല്ലിത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നീ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ആ സ്നേഹം മനസ്സിലാക്കാൻ എൻ്റെ മോൾക്ക് കഴിഞ്ഞില്ല. നീ എന്ന് സന്തോഷത്തോടെ ജീവിക്കണം. ജീവൻ പോകുമ്പോഴും നിനക്കും നിവിമോൾക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ. ഏറ്റവും ഒടുവിൽ വേണമെന്ന് എഴുതി ഒപ്പുവെച്ച ആ പേപ്പർ മുഴുവനും വായിച്ചും മടക്കി ടേബിൾ വെച്ചും നിരഞ്ജൻ ഒരു ദീർഘനിശ്വാസത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. നിവിക്ക് ശ്വാസമെടുക്കാൻ തീരെ പറ്റുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് അഭി അവളിൽ നിന്ന് മടർന്നു മാറിയത്. ഉമ്മിനീർ പോലും ഒന്നായി ആ ചുംബനത്തിൽ തളർന്നു പോയവൾ അവന്റെ കൈക്കുള്ളിൽ കുഴഞ്ഞു കിടന്നു. നിവിക്കുഞ്ഞേ, ജിത്തുവേടന്റെ പെണ്ണ് തളർന്നു പോയോടാ? മുഖമാകെ ചൂന്ന തൊടുത്ത കണ്ണുകൾ അടച്ച കിതപ്പോടെ കിടക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അഭി ചോദിച്ചു. ഇച്ചിരി. അവരെ നോക്കാൻ പോലും നാണിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ടാണ് പെണ്ണ് പറഞ്ഞത്. ജിത്തോട്ടനെ നിവിക്കുഞ്ഞ് ഇപ്പൊ തന്നെ ഇങ്ങനെ നാണിച്ചാൽ, ഇതുപോലെ തളർന്നു പോയാൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നീവിയുടെ ചുവന്ന തൊടുത്ത ചുണ്ടിൽ വിരൽ ഓടിച്ചുകൊണ്ട് കള്ളച്ചീരിയോടെ അവൻ തിരക്കി. അയ്യേ, ഈ ജിത്തുവേട്ടൻ. അവന്റെ വർത്തമാനം കേൾക്കെ നിവി ചമ്മലോടെ മുഖം പൊത്തിക്കളഞ്ഞു. നിവി,
അവളുടെ കവളിൽ മീശ കൊണ്ട് നുരസിക്കൊണ്ട് അഭി വിളിച്ചു. കൈ മാറ്റിയിട്ട് ജിത്തുവേട്ടനെ ഒന്ന് നോക്കിക്കേ. അവളുടെ കഴുത്തിലും ചെവിക്ക് പിന്നിലുമൊക്കെ ചുണ്ടാൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കും ജിത്തുവേട്ടാ, എനിക്ക് ഇക്ലേ ആവുന്നുണ്ട്. ചുമര് വെട്ടിച്ച് അടക്കി ചിരിച്ചുണ്ട് അവൾ പറയും. അഭി അവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി. അവളെ മൃദുലത അവൻ്റെ ഉറച്ച നെഞ്ചിൽ അമർന്ന് ഞെരിഞ്ഞതും പെണ്ണെന്ന് വിറച്ചുപോയി. ചിത്തേട്ടാ, ദിറയിലൂടെ അവളൊന്ന് വിളിച്ചുപോയി. നേരത്തൊന്ന് മൂളിക്കണ്ടവൻ കൊതി തീരാതെ ആ ചുണ്ടിലേക്ക് വീണ്ടും ചുണ്ട് ചേർത്ത് വെച്ചു. വൈകിട്ട് മുറിയിൽ കയറിയ നിരഞ്ജൻ പിന്നെ ഇറങ്ങി വരുമ്പോൾ കുറച്ച് വൈകിയിരുന്നു. അപ്പോഴേക്കും അഭി ആര്യയെ കൂട്ടാൻ പോയി. നിവി ഹാൾ തന്നെ ഇരിപ്പുണ്ട്. നിവിയെ കാണാൻ മെല്ലെന്ന് ചിരിച്ചുകൊണ്ട് നിരഞ്ജൻ അവൾക്ക് അടുത്ത് വന്നിരുന്നു. ചായ എടുക്കട്ടെ മോനെ. നിരഞ്ജൻ വന്ന അവിടെ ഇരുന്നതും ശാരദാമ്മ തിരക്കി. നല്ല കടുപ്പത്തിലായിക്കോട്ടെ അമ്മ, എൻ്റെ കുഞ്ഞിക്കും വേണം ഒരു ചായ. കടുത്ത മുഖത്തോടെ ഇരിക്കുന്ന നിവിയെ ഒന്ന് നോക്കിയിട്ട് ചെറുചീരിയോടെ നിരഞ്ജൻ പറഞ്ഞു. എനിക്കങ്ങം വേണ്ട. അടുത്തേക്ക് നീങ്ങി ചുമലിൽ ചാഞ്ഞ് നിരഞ്ജനെ തുറച്ചു നോക്കിയിട്ട് നിവി പറഞ്ഞു. മോള് വൈകിട്ടും ചായ കുടിച്ചില്ലല്ലോ, അമ്മ രണ്ടാൾക്ക് എടുക്കാം. രണ്ടിൻ്റെയും മുഖത്തെ ഭാവം കാണി പൊട്ടി വന്ന ചീരിയോടെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി ശാരദാമ്മ. കുഞ്ഞി പിണക്കാണോ ഏട്ടനോട്? അവളുടെ വീർത്ത കവളിൽ വിരൽ കൊണ്ടൊന്ന് കുത്തിക്കൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. ഞാൻ എന്തിനാ ഏട്ടനോട് പിണങ്ങുന്നേ? ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന് സങ്കടം വരുന്നത് സ്വാഭാവികം. പിണക്കം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തോടെ തന്നെ നിവി പറഞ്ഞു. എനിക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞാൽ കളവാകും കുഞ്ഞി. അതൊരിക്കലും ലക്ഷ്മി എന്ന എൻ്റെ ഭാര്യയും അവളുടെ അമ്മയും മരിച്ചതിലല്ല. പിന്നെ ചോദിച്ചുകൊണ്ട് നിരഞ്ജന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിപ്പോയി നിവി. ആ അച്ഛൻ, ഞാൻ ലക്ഷ്മിയെ വിവാഹം കഴിച്ചിട്ട് 7 വർഷമാകാൻ പോകുന്നു. ഇത്രയും കാലവും ഒരു ഉപദ്രവത്തിനും വരാത്ത ഒരു മനുഷ്യനായിരുന്നു. ലാളിച്ചു വളർത്തിയ മകൾ കാരണം തന്നെ ആ മനുഷ്യനെ ജീവനൊടുക്കേണ്ടി വന്നു. അതോർത്തപ്പോൾ എനിക്കെന്തോ വിഷമം തോന്നി എന്നത് സത്യമാണ്. പിന്നെ ആ കത്ത് വായിച്ചു കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഇടത്ത് കൈകൊണ്ട് നിവ്യെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിരഞ്ജൻ പറഞ്ഞത്. ഏട്ടനൊന്നും മിണ്ടാതെ മുറി അടിച്ചിരുന്നപ്പോൾ എനിക്ക് വിഷമമായി. ഏട്ടൻ അവൾ പോയതിൽ സങ്കടമുണ്ടോ എന്നൊക്കെ ഓർത്തപ്പോഴാണ് എനിക്ക് ഏട്ടനോട് പിണക്കം തോന്നിയത്. കണ്ണൊക്കെ നിറഞ്ഞെങ്കിലും ചുണ്ടിൽ ചിരി നിറച്ച് നിവി പറഞ്ഞു. ഏട്ടൻ്റെ കുഞ്ഞിക്ക് ഏട്ടൻ അറിയില്ലേ? അവളെ നെറ്റിയിൽ മുത്തി നിരഞ്ജൻ പറയും. അവൾ ഏട്ടനെ ചുറ്റി പിടിച്ചിരുന്നു. ആ കത്തിൽ ഏട്ടനെ വഴക്കു പറഞ്ഞ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അച്ഛൻ? നിവി അവൻ്റെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. ഏട്ടൻ്റെ കുഞ്ഞിക്ക് പിന്നീടത് വായിക്കാൻ തരാം ഏട്ടൻ. നിരഞ്ജൻ അവളെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. വേണ്ടേട്ടാ, എനിക്ക് വായിക്കണ്ട. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒന്നും എനിക്ക് അറിയണ്ട. നിരഞ്ജന്റെ അടുത്ത് ചേർന്നിരുന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം തോന്നി നിവിക്ക്. നീ എപ്പോൾ വന്നു മനു? മരണം അറിഞ്ഞു വന്നതാണോ മോനെ? വൈകിട്ട് പറമ്പിൽ നിന്ന് കയറി വന്ന ദിവാകരൻ അരത്തെണ്ണയിൽ ഇരിക്കുന്ന മനുവിനെ കാണി വല്ലായ്മയോടെ തിരക്കി. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി അച്ഛ. മരണം അറിഞ്ഞു. ഞാൻ വന്നത് അതിനു വേണ്ടിയല്ല. മറുപടി പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അയാളുടെ വാടിയ മുഖത്തായിരുന്നു. നീ അകത്തേക്ക് കയറിയിരിക്കടാ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് ഓടി വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല അച്ഛ, എനിക്ക് പോണം. മനു ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് അയാൾക്ക് അടുത്തേക്ക് വന്ന് നിന്ന് പറഞ്ഞു. എവിടെ പോകാൻ? ഇന്ന് പോണൽ രാത്രി കഴിച്ചിട്ട് പോകാം. നിന്നെ കാണുന്നതുകൊണ്ട് ഇച്ചിരി ബീഫ് ഇരുന്നെടുത്ത് കറിയാക്കാൻ തുടങ്ങി ഞാൻ. അച്ഛൻ്റെയും മോൻ്റെയും വർത്തമാനം കേട്ട് പുറത്തേക്ക് വന്ന് എത്തി നോക്കിയിട്ട് വിമല പറഞ്ഞു. എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ടമ്മ, നിൽക്കാൻ സമയമില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അച്ഛൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണ് ഞാൻ. മനു അവിടെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് പറഞ്ഞത്. എന്താവശ്യമാണടാ? ആ മൂദേവിയുടെ അടുത്തേക്ക് പോവാൻ തന്നെയല്ലേ? വിമല തുള്ളിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്തേ, ആ മൂദേവി ഒഴിവാക്കി പുതിയ ശ്രീദേവിയെ കണ്ടുവച്ചിട്ടുണ്ടോ നിങ്ങൾ? കടുത്ത മുഖത്തോടെ മനു അവരോട് തിരക്കി. എടാ, അവൾ നിനക്കൊരു സമാധാനം തരുന്നുണ്ടോ? സന്തോഷമുണ്ടോ? എപ്പോഴും വഴക്കും വക്കാണോ? അല്ലാതെ മതി, നിർത്ത്. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ നിങ്ങളും ഒരു കാരണമാണ്. അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു മനു. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ മനു എല്ലാം ചെയ്തത്. മതിയൊന്നും നിർത്ത്. എനിക്ക് നിങ്ങൾ ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി. വിമല പറഞ്ഞു കേട്ടൊരു പൊച്ചച്ചീരിയോടെ അവർക്ക് നേരെ തൊഴുകൈയോടെ നിന്ന് പറഞ്ഞു മനു. എടാ നിർത്തു വിമലെ. വിമല എന്തോ പറയാൻ നാഞ്ഞതും ദിവാകരൻ ഒച്ചയെടുത്തു. അച്ഛാ, എനിക്ക് നിൽക്കാൻ നേരമില്ല. നാളെ ഞാൻ തിരികെ പോവുകയാണ് ദുബായിലേക്ക്. തിരികെ പോകാനുള്ള ധൃതിയോടെ മനു പെട്ടെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന്? ദിവാകരൻ വെപ്രാളത്തോടെ അവനെ നോക്കി. പെട്ടെന്നല്ല അച്ഛാ, 6 മാസമായി ഞാൻ വന്നിട്ട്. മറന്നുപോയോ? ഒരിക്കൽ ലീവ് നീട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർ വിളിച്ച് തിരികെ ചെല്ലാൻ കർശനമായി പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റൊക്കെ ആയിട്ട് പറയാമെന്ന് കരുതി ഞാൻ. നാളെ വെളുപ്പിനെ ഞാൻ പോകും. അവിടെ എത്തിയിട്ട് വിളിക്കാം. അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മനു പറഞ്ഞത്. അയാൾ നിറം വീഴിയോടെ തലയാട്ടുമ്പോൾ വിമല പകച്ച മുഖത്തോടെ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. പോയിട്ട് വരാം. അത് പറയുമ്പോൾ മാത്രം മനു തിരിച്ച് വിമലയെ കൂടെ നോക്കി. ആ യാത്ര പറച്ചിലൊന്ന് തലയാട്ടാൻ മാത്രമേ അവരെ കൊണ്ടായുള്ളൂ. നിറ കണ്ണുകളോടെ നിൽക്കുന്ന അച്ഛനെയും വാ പൊത്തി കരച്ചിലെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയും ഒന്ന് നോക്കിയ ശേഷം നിറ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് തിരികെ പോയി മനു.
മനുവിന്റെ വണ്ടിയുടെ ശബ്ദം അകന്നു പോകെ തിരിഞ്ഞൊന്ന് നോക്കിയ വിമല മാംഗല്യത്തിന്റെ മുന്നിൽ ഇവിടെ നടന്നതൊക്കെ കണ്ടും കേട്ടും പൊതിച്ചിരിയോടെ നിൽക്കുന്ന നിരഞ്ജനെയും നിവ്യയും കാണി അവിടെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കുന്ന മനുവിനെ നനപൂർന്ന കണ്ണുകളോട് നോക്കിക്കൊണ്ട് ചുമരിൽ ചാരുന്നു വിഭ. അവളുടെ നോട്ടവും നിപ്പും മുഖത്തെ തെളിഞ്ഞു കാണുന്ന സങ്കടവും ഒക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും അവളെ ഒന്ന് നോക്കിയത് പോലുമില്ല മനു. അല്ലെങ്കിൽ നോക്കിയിട്ട് എന്തു പറയാനാണ് അവളോട്? ഈ കഴിഞ്ഞ 5-6 മാസവും ഒരു ഭർത്താവിന്റെ കടമ ചെയ്യാൻ കഴിയാത്ത താൻ അവളോട് ഈ ചെയ്യുന്നത് നീതികേടല്ലേ? ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടായാലും അവൾക്ക് ഈ ബന്ധത്തിൽ നിന്നും ഒരു മോചനം കൊടുക്കണം. അതിനാദ്യം ഞാൻ ഇവിടുന്ന് പോകണം. അല്ലാതെ ഒരിക്കലും എനിക്ക് അവളെ സ്നേഹിക്കാനോ അവൾക്ക് നല്ലൊരു ഭർത്താവാകാനോ കഴിയാത്ത ഞാൻ എന്തിനും ഇവിടെ കടിച്ചു തൂങ്ങിന്ന് അവളുടെ ജീവിതം ഒന്നും അല്ലാതെ ആക്കണം. മനസ്സിൽ ഓരോന്നും ആലോചിച്ച് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടവൻ എല്ലാം എടുത്തു വെച്ച് ട്രോളി ബാഗും അടച്ചു.